എന്തിനാണാവോ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എന്റെ കുഞ്ഞു അതിന്റെ തള്ള ഇവിടെ ഉള്ളതുകൊണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയില്ലേ? ഓ, ഇങ്ങനെ ഒരു ബന്ധം തുടരാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ എനിക്കും താല്പര്യമില്ല. വിളിച്ചോണ്ട് പോകാനാ വന്നത്. പിന്നെ ഈ വക വക്കീൽ നോട്ടീസ് ഒക്കെ കാണിച്ച പാവൻ ഡോക്ടർ. അല്ലല്ല, അതായത് എന്നെ വരട്ടാൻ നോക്കരുതെന്ന്. ആ, എവിടെ അവള്? വിജയ്. അവള് വരില്ലെന്ന് പറഞ്ഞില്ലേ? അത് തീരുമാനിക്കേണ്ട അമ്മായി അച്ഛനല്ല വിജയ്. ഓടാ. ഇത് എവിടെ പോയി കിടക്കുന്നത്? വിജയ് ഇവിടെ നിന്ന് കുറയ്ക്കണ്ട. കുറയ്ക്കണ്ടെന്നോ? അത് നിന്റെ അച്ഛനോട് പോയി പറ. ആരുടെ പിൻബലത്തിലാ ഇത്രയും ധൈര്യം കിട്ടിയത്? അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഇല്ല, നിങ്ങളെ പോലെ ഒരു ആഭാസന്റെ കൂടെ കഴിയാൻ ഞാനില്ല. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയും കുഞ്ഞും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വിളിക്കുമ്പോ പുറകെ വരുന്ന വാലാട്ടിപ്പട്ടി അല്ല ഞാൻ. സോറി കുട്ടി. പോയി കുഞ്ഞിനെടുത്തോണ്ട് വാടി. അതെ, കിട്ടേണ്ടത് കിട്ടിയപ്പോ മോളോട് നോട്ടം കണ്ടില്ലേ? ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പ്രായത്തിൽ മൂത്ത ആൾക്കാർ ആരെങ്കിലും തല്ലു? എന്റെ വിക്കൊക്കെ പോയോ? എന്റെ വിക്കൊക്കെ പോയിട്ടില്ല. ഇനി താൻ എന്റെ വീട്ടു പഠിക്കാൻ വന്ന എന്തെങ്കിലും കിരുത്തരം കാണിച്ച ആട്ടിച്ച തന്റെ മുട്ടുകാലിയം തല്ലി ഓടിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പെട്ടത്തലേ. വേമ്പാ. അല്ല സാറേ, മനസമ്മതം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടേക്ക് പോന്നു. അയ്യോ, അപ്പൊ അവരൊക്കെ മനസ്സമ്മതത്തിന് പോയോ? അപ്പൊ ഡോക്ടർ ഇതേതായി കുഞ്ഞ്? എന്റെ ഒന്നുമല്ല. അല്ല, അതെ, തൽക്കാലം പെങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. പെങ്ങളോ? മാലയും പൂവും കയ്യെന്ന് വിട്ടാശാനെ. എന്തിനാ? ചൊറിയാനാ? ഞാൻ ചൊറിഞ്ഞരാ. ലേശം കൂടി കീപ്പോട്ട്. വലിയ ചൊറിച്ചിലാണല്ലോ. ആടെ കയ്യൊന്നും വിട്ടേ. മുങ്ങനാ മുള്ളാനാ? ഇനി വിവാഹം കഴിഞ്ഞിട്ട് മുള്ളിയാ മതി. അതെ, ആണ്ട കിടക്കണ മുണ്ട് ഷർട്ടും. എന്നാ അവിടെ പോയി വാങ്ങിക്കാലോ. കൈ വിട്ടാലേ മേടിക്കാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്റെ കൂടെ വന്നാ മതി. വിട്ടാ ശരിയാവില്ല. എനിക്ക് ഒരു 2 പാന്റ് ഷർട്ടും വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസം വാങ്ങിച്ചു തരുമോ? പിന്നെ ലാണ്ട കിടക്കുന്നു നല്ല പാന്റും ഷർട്ടും. അങ്ങാട് പോയിക്കേ. ലാണ്ട് അങ്ങാട്. ഇത് നമ്മുടെ വിക്കൻ ഡോക്ടർ. വിളിക്കണം മണിയേട്ടനെ. ഹലോ, ഞാൻ പൂക്കടക്കാരൻ കൃഷ്ണൻകുട്ടിയാ. സാറിന്റെ മരുമോന്റെ കല്യാണമാണെന്ന് മാലയും പൊക്കെ മേടിച്ചോണ്ട് പോണത് കണ്ടു. ചോദിച്ചപ്പോ അങ്ങയുടെ കല്യാണമാണെന്നും പറഞ്ഞു. ഹലോ. താനിതുവരെ എവിടെയായിരുന്നു? ആ ഡോക്ടറെ കൊണ്ട് എല്ലാവരും പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. ഭർത്താവേ, ഞാൻ തന്റെ വീട്ടിലായിരുന്നു. എന്റെ വീട്ടില്. പിന്നെ തന്റെ അമ്മച്ചിക്ക് തീരെ സുഖമില്ല. പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലേ. ഇത് പിടിച്ചേ, അമ്മച്ചിക്കുള്ള മരുന്നാ. ഞാൻ വേഗം പള്ളിയിലോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയും. ഏട്ടനാ? അല്ല, വകയിലുണ്ടല്ലോ, വക്കത്ത് അപ്പനായിട്ട് വരും. വണ്ടി എടുക്കണ ഊഴേ. സൂക്ഷിച്ചു മോനെ. കണ്ണാടി. കൃഷ്ണ ഗുരുവായൂരപ്പ. Hi. Hello, Sunny. Come on. ആശാനെ, എന്നാ പരിപാടിയത്? വഴിക്ക് കൊണ്ടാണ് വണ്ടി. അയ്യോ, മണിയുണ്ട്. എന്റെ വ്യാകുല മാതാവി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല കേട്ടോ. ഭർത്താവനെ ഉപദ്രവിക്കരുത്. ഉടനെ പള്ളിയിൽ എത്തില്ലെങ്കിലേ പെണ്ണിനെ ഡോക്ടർ ഉറപ്പിക്കും. ഇന്ന് എന്റെ മനസ്സമ്മതമാ. എനിക്ക് മനസ്സമ്മാനം കിട്ടിയിട്ട് അതിന്റെ മനസ്സമ്മതം. മൈതാനം പോലത്തെ കഷണ്ടി. താങ്ക് യു സർ. കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടിയത് നന്നായി. ഇന്ന് ചന്ദ്രസേനും അനുപമയും തമ്മിലുള്ള കല്യാണം.
അത് മുടക്കണം. പെണ്ണിനെ ചെങ്കിരിക്ക് കൊടുക്കണം. ഞാൻ കാശ് വാങ്ങി. ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല സംസാ. താൻ വിക്രം ദാദയാണോ വിക്രം മാമായാണോ? ആ പെണ്ണിനെ തന്നില്ലെങ്കിൽ രണ്ടിനെ തലവെട്ട ഞാൻ. അതിനൊന്നും മുതലണ്ട. ഈ കല്യാണം മുടക്കി പ്രതികാരം ചെയ്യേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ പക്ഷം ചേർന്നു. ഓക്കെ സംസാ. വണ്ടിയിട്. അൽഫോൻസ, കുരിശിങ്കൽ കുര്യാക്കോസിന്റെ മകൻ സണ്ണി കുരുവിളയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. സണ്ണി കുരുവിള ഇപ്പൊ വരൂ അച്ചോ. കണ്ടംകുളത്തിൽ ഇട്ടൂപ്പിന്റെ മകൾ അൽഫോൻസയെ വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സമ്മതമാണ് അച്ചോ. ഈശോ മിശിഹായെ സ്വീകരിക്കണം. എന്റെ കർത്താവേ. അയ്യോ. ഓൺ യുവർ മാർക്ക്. സെറ്റ്. 1 2 ഓടിക്കൂ. പോയി. നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ലടാ ഊവേ. ആ ചന്ദ്രസേന വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ആ ഓടിക്കോ. എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടോണ്ട് നീ വേറെ പെണ്ണ്. വേണ്ടി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിന്നാ ആ പെണ്ണിനെ ഞാൻ കെട്ടേണ്ടി വരും. എന്താ പ്രശ്നം? എന്താ സാറേ കാര്യം? അമ്മേ, എന്താടാ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റാൻ? നിനക്കെന്ത് പറ്റി? ഓ, എനിക്കൊന്നും പറ്റില്ല. ഇവിടെ ആർക്കാ പറ്റിയത്? അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ആര് പറഞ്ഞു? അതാ കോടി കളർ ഷർട്ടും മുണ്ടും മതിയായിരുന്നു. നീ എന്തിനാ ഇതുപോലത്തെ ഡ്രസ് എടുത്തേ? ആഹാ, നല്ല താലിമാല. മരുന്ന് മാറി ഇതിനകത്ത് താലിയായോ? ഇവിടെ നിന്ന് ആർക്കെങ്കിലും കല്യാണം ഉണ്ടോ? ഇങ്ങനെ ഒരു കുറുമ്പൻ. അറിഞ്ഞില്ലേ, ഒരു അബദ്ധം പറ്റി. മുങ്ങി, ചന്ദ്രസേന മുങ്ങി, എന്നെ പിടിവിട്ട് മുങ്ങി. എന്തായാലും ചേട്ടാ രഹസ്യമാണോ? എന്തിനാ എന്നെ തല്ലിയത്? നീ ഒന്നും ചേട്ടാ. അതെ, എങ്കിലിനി വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അപ്പൊ ചെറുക്കൻ എനിക്കെന്താ വീട് മാറിപ്പോയോ? ഇത് നമ്മുടെ വീട് തന്നെയാ. ഇതെന്താ എല്ലാരും കൂടി ഇവിടെ?